മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നിനക്ക് എന്നോട് യഥാർത്ഥ സ്നേഹമുണ്ടോ പ്രേമ? 4 വർഷം മുമ്പ് പണിയന്വേഷിച്ച് ടൗണിലെത്തിയ ഞാൻ വിശന്ന് പൊരിഞ്ഞ് ഒരു പീഡികത്തിനെ കിടക്കുമ്പോ മുതലാളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ചോറ് വാങ്ങി തന്നു. പിന്നെ എനിക്ക് പണി തന്നു. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. മുതലാളി ഇപ്പൊ ഇത് ചോദിക്കാൻ കാരണം? പ്രേമ, എനിക്ക് നിന്റെ സഹായം വേണം. മുതലാളി, ഞാൻ നന്ദിയുള്ളവനാ. ആ നന്ദി ഞാൻ എന്നും കാണിക്കും, എന്തും ചെയ്യും. പറഞ്ഞു. ഞാനൊരു കല്യാണം കഴിക്കണം മുതലാളി. അല്ല, ഇതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഉണ്ടാവട്ടെ. അതൊരു രജിസ്റ്റർ മാരേജ് ആയിട്ടേ നടക്കൂ. അങ്ങനെ നടന്നാ മതി. അത് നടക്കണമെങ്കിലേ രജിസ്റ്റർ ഓഫീസിൽ പോണം. അതല്ല, വീട്ടുകാർക്കൊക്കെ എതിർപ്പാ. അപ്പൊ ആരും കാണാതെ അവളെ കടത്തിക്കൊണ്ട് വരണം. കടത്തിക്കൊണ്ട് വരണം മുതലാളി. ഒറ്റയ്ക്ക് അത് ചെയ്യാൻ എനിക്ക് ധൈര്യമില്ല. അതിനാ എനിക്ക് നിന്റെ സഹായം ആവശ്യം. സോറി. തങ്കപ്പൻ ചേട്ടനോ? നീ ഉറങ്ങിയില്ലേ? അയ്യോ, ഇതെന്താ ശബ്ദം ഏതാണ്ട് പോലെ ഇരിക്കുന്നല്ലോ. ജലദോഷം ജലദോഷം. ഇപ്പൊ ശരിയായി. ചേട്ടൻ എങ്ങോട്ട് പോവാ? അറിഞ്ഞിട്ടതിന് നേരെ ഇത്രയായിട്ട് ഉറങ്ങാത്തത്. വീട്ടുകാര്യങ്ങൾ ഓർത്തോണ്ട് കിടന്നാ ഉറക്കം വരില്ലേ ചേട്ടാ? അപ്പൊ വീട്ടുകാർ ഓർക്കണ്ട, കിടന്നോ. ഞാൻ വീട് വാങ്ങാൻ പോവാ. എന്നിട്ട് ഉടനെ വരുവോ? ഞാൻ വരുവോ വരാതിരിക്കുകയോ ചെയ്യും. വിറക് കീറാൻ ചേട്ടൻ വിഷമിക്കുന്ന കണ്ടപ്പോ എനിക്ക് സങ്കടം വന്നു. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കൂ കുരിശേ. ാണല്ലോ റിലീസ്. ഞാൻ കണ്ടത് നമ്മുടെ സംഘത്തിന്ന. രാവിലെ ചെല്ലുമ്പോ കാട്ടല് പോലെയാ ജനക്കൂട്ടം. എന്റെ സാറേ, 36ാമത്തെ സീനില് മെയിൻ വില്ലനെ കാണുമ്പോ സാറിന്റെ കണ്ണീന്ന് തീപ്പൊരി വരുന്നില്ലേ? ആൾക്കാർ എഴുന്നേറ്റ് നിന്നായിരുന്നു കയ്യടി. പിന്നെ കെട്ടിടത്തിന്റെ ടെറസിൽ കൂടി ബൈക്കിൽ പറന്നു വന്ന് ഒരു പോറൽ പോലും പറ്റാതെ ചാടി ഡൈവ് ചെയ്ത് ഇറങ്ങിയ ഒരു നിൽപ്പുണ്ടല്ലോ. സത്യം സാർ, കോരി കോരി തരിച്ചു പോയി. സാർ, யாரோ ஒரு கடல் வண்டி மாதவன் கேட்ல வெயிட் பண்ணிட்டு இருக்கு. കടൽ വണ്ടി മാധവനോ? അതാരാ? കടലുണ്ടി മാധവൻ പുതിയൊരു ഡയറക്ടറാ. വരെ സൊല്ലേ. എടോ രാജപ്പൻ തെങ്ങിലൂടെ ഇവിടെ 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 ഇവിടെ. ഇതാര് റഫീഖോ? എത്ര നാളായി കണ്ടിട്ട്? സിനിമയിൽ തന്നെയാണോ ഇപ്പോഴും? അതെ, വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ടാട്ടോ. പഴയ സൗഹൃദോർത്തൊന്നും മിണ്ടിക്കളയാമെന്ന് വന്നപ്പോ സോറി, ഞാൻ ശ്രദ്ധിച്ചില്ല. പറഞ്ഞതുപോലെ ഈയിടെ ഏതോ ഒരു ചെറിയ പടത്തിലെ അഭിനയത്തിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയല്ലേ? ചെറുതോ വലുതോ ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. എങ്ങനെ ഒപ്പിച്ചെടുത്തു ഈ നാഷണൽ അവാർഡ്? എടോ രാജപ്പ, താൻ പത്മശ്രീയും ഡോക്ടറേറ്റ് ഒക്കെ ഒപ്പിച്ചെടുത്തില്ലേ? അതുപോലെയല്ല, ഞാൻ അഭിനയിച്ചിട്ടാ. ഹിന്ദി പടത്തിൽ അഭിനയിക്കുന്നതിന് വേണ്ടി ഹിന്ദി പഠിക്കുന്നു കേട്ടു. ഉദയഭാനു ഇപ്പോൾ ഹിന്ദി പടം ചെയ്യുകയാണല്ലോ. ചാൻസിന് വേണ്ടി സ്ഥിരമായി വിളിക്കാറുണ്ടല്ലേ. പിന്നെ പച്ചാളം ബാസി, ലുധിയാന, നിജലിംഗപ്പ, കേണൽ. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ഇവിടെ പക്ഷിയെയും പൂച്ചയും ഒന്നും കാണുന്നില്ല. എങ്കിൽ ചോദിക്കാമായിരുന്നു നീ ആരാണെന്ന്. ഞാൻ ഈ നാട്ടുകാരനാണ്. ഞാൻ ഈ നാട്ടുകാരനല്ല. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ഈ നാടൽപ്പം പെശക. ഞാനും. ആ സിനിമ ഇവനും കണ്ടിട്ടുണ്ട്. എന്താ എന്നെ കൊല്ല്. ഇനി തടി കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഈ അലമലാതി സീനികളുടെ ജോലിക്ക് വന്ന് എനിക്കിത് കിട്ടണം. താമു, തോന്നിയാസം പറയരുത്. ഞാൻ ഇനി തോന്നിവാസേ പറയൂ. മുഖം മൂടി വെച്ച് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൊലപാതകയായിരിക്കുമെന്ന്. കൊലപാതകൾ വന്നാൽ അവരുടെ ആളാന്ന് കരുതിക്കോട്ടെന്ന് വിചാരിച്ച് എടുത്തിട്ടതാ, എന്നെ ഉപദ്രവിക്കാതിരിക്കാൻ. നീ മണ്ടനാണ് താമു. നിങ്ങളാ മണ്ടന്മാര്. കുറെ കാലമായല്ലോ പരക്കമായ തുടങ്ങിയിട്ട്. എന്ത് തേങ്ങ ഇതുവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചത്? താമു, മടുത്തു. എനിക്ക് ജീവിതം മടുത്തു.
എവിടെ നിന്റെ മുടിയും താടിയും? നീ ഒരു നയവഞ്ചകനാണ്, തോളിലിരുന്ന് ചെവി തിന്നുന്നവരാണ്. ഞാൻ കോവർ കഴുതിയാണെങ്കിൽ നീ ഹിപ്പോപ്പൊട്ടാമസാണ്, കണ്ടാമൃഗമാണ്. അയാൾ എന്നെ തല്ലിയപ്പോ നീ ഒരു ചെറുവിരൽ അനക്കിയോ? നീ വേഷം മാറി നടക്കുമ്പോ ഞാൻ ഈ തല്ലിപ്പൊളി വേഷത്തിന് ഞാൻ ഇല്ലടാ. പണിയെടുത്ത് എന്റെ നടു ഒടിഞ്ഞു. ഞാൻ മദുരാശിയിലേക്ക് പോവുക. അവിടുത്തെ വല്ല ലോക്കൽ കേസുകളൊക്കെ അന്വേഷിച്ച് ഒരു സാധാ സിഐഡിയായി ഞാൻ ജീവിച്ചോളാം. ചെല്ലേ, മദ്രാശിയിലേക്ക് ചെല്ലേ. നിന്നെയും കാത്ത് അനന്തൻ നമ്പ്യാർ അവിടെ ഇരിപ്പുണ്ട് കൊല്ലാൻ. അനന്തൻ നമ്പ്യാരോ? അതേടാ, നമ്പ്യാർ ജയിലിയാടി. എന്റെ ഈശ്വര, എവിടെ നിന്നൊക്കെ കള്ളി ഇല്ലാതായോ? ആയി വിജയ, ഇവിടുത്തെ കേസ് തെളിയിക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ പോലീസാകാം. മദ്രാശിയിൽ ചെന്നാൽ അനന്തൻ നമ്പ്യാർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. തമിഴ്നാട് സിഐഡി മിസ്റ്റർ രാംദാസ് ഹിയർ. ആര്, മിനിസ്റ്ററോ? ഗസ്റ്റ് ഹൗസിലോ? ഓ, വരാം. അതെ, ഈ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത വട്ടവിള ജയകുമാർ അഭിനയിച്ച ഒരു പടമില്ല, എന്താ അതിന്റെ പേര്? ദോശരാഘവൻ. അത് സൂപ്പർ ഹിറ്റാണ്. ചതിച്ചോ? ഉടനെ ഒരു പണി ചെയ്യും. ആ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എന്റെ ഫാൻസ് അസോസിയേഷൻ കിഴങ്ങന്മാരില്ലേ, അവന്മാരെ വിളിച്ച് ദോശരാഘവൻ കളിക്കുന്ന എല്ലാ തിയേറ്ററിലും എല്ലാ ഷോയ്ക്കും 30 പേരെ വെച്ച് കേറ്റാൻ പറ. എന്നിട്ട് സ്ക്രീനിൽ വട്ടവിള വരുന്ന സമയത്തൊക്കെ ആഞ്ഞു കൂവാൻ പറ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. മലയാള സിനിമയിൽ തൽക്കാലം ഒരു സൂപ്പർ സ്റ്റാർ മതി. അത് മതി. എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം. കൊല്ലത്ത് നിന്നോ മറ്റോ ഫിലിം സിറ്റി കാണാൻ വന്ന കുറച്ച് ടൂറിസ്റ്റുകൾ സരൂ സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥതയില്ലാതെ നിൽക്കുമ്പോൾ അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. ആരാധകർ നാറികൾ ഈ ഹൈദരാബാദിൽ ഇവറ്റുള്ള സ്വയം തരില്ല എന്ന് വെച്ചാൽ ആരാധകർ വെട്ടുകിളികളെ പോലെയാണ്. ശല്യം ചെയ്ത് തുടങ്ങുമ്പോ തന്നെ ഓടിച്ചില്ലെങ്കിൽ നമ്മുടെ കൃഷി അപ്പാടെ നശിപ്പിച്ചു കളയും. പലരും ചോദിക്കുന്നു. കേട്ടോ ഉദയ? കേട്ടു, പലരും ചോദിക്കുന്നു. എന്ത് ചോദിക്കുന്നു എന്ന് ചോദിക്കാത്ത എന്ത്? പലരും ചോദിക്കുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത്? ഉദയഭാനു ആത്മസുഹൃത്തല്ലേ, അവന്റെ ആദ്യ പടത്തിൽ താനാണോ നായകൻ എന്നാ പലരും ചോദിക്കുന്നത്. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ, അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. തന്റെ പ്രസാദ് ചന്ദ്രനേക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും. അങ്ങനെ കൂടുതലായിട്ട് അഭിനയിക്കുന്ന ആളെ എനിക്ക് വേണ്ട. നിന്റെ കൂടുതൽ അഭിനയം ആ നാട്ടുകവിടാന്നുള്ള പടത്തെ ഞാൻ കണ്ടു. ഇട റേപ്പ് ചെയ്യപ്പെട്ട പെങ്ങളെ നോക്കി ഇങ്ങനെ കാണിക്കുന്നതാണാ ദുഃഖം. അങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. കാണിച്ചു. അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ആ പടത്തിൽ 5-6 സീൻ ഉണ്ടായിരുന്നത് ഡയറക്ടർ വെട്ടി രണ്ടാക്കിയത്. ഞാനതൊന്നും അറിയാം. വേറൊരു സ്ഥലത്തുനിന്ന് വാങ്ങിച്ചു കൊടുക്കാം. മുതലാളി വരണം. മുതലാളി, ഞങ്ങൾക്ക് 2-3 സ്ഥലങ്ങളിൽ പോകാറുണ്ട്. വാ. കയറണം മുതലാളി. ആ ചായ കട ചായ വേണ്ട. ചായ എനിക്കും വേണ്ട. ഇവിടെ ഇരിക്കാം സാർ, ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരുന്നോളൂ. പുട്ടുദോശ, പൊറോട്ട, അപ്പം, മട്ടൺ ചോപ്പ്, ചിക്കൻ കറി. 3 പൊറോട്ടയും മുട്ടൻ കറിയും. അല്ല, മട്ടൻ കറിയും. അതെ, മറ്റേ കൈ കഴുകാനുള്ള വെള്ളം. വാഷ് ബേസിൻ എന്താ അവിടെ ഉണ്ട്. നമുക്ക് കൈ കഴുകാം. ഓടിക്കോ മതില്. ഓടാ മുതലാളി. അല്ല, ഓട് മുതലാളി. പല ബാങ്കുകളിലെ എന്റെ പേരിലിട്ടിരിക്കുന്ന ലക്ഷങ്ങളുടെ കണക്ക് ഞാൻ പറയുന്നില്ല. പക്ഷെ കരിവട്ടൂർ, ഉടുമ്പന്തറ, പൂച്ചക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സിനിമാ കൊട്ടക എന്റേതാ. മത്തിക്കരയിലെ ഓം വിഘ്നേശ്വര ജൗളിക്കടയും മറ്റാരുടെയുമല്ല. അങ്ങനെയുള്ള എനിക്ക് ഒരു പീണ പട്ടാളക്കാരന്റെ തോക്ക് മോഷ്ടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ആ സിനിമാ തിയേറ്ററിന്റെ ഉടമസ്ഥൻ അനുജൻ കുഞ്ഞുകുട്ടൻ വശം അമ്മാവന് തരാൻ ഞാൻ ചില സാധനങ്ങളൊക്കെ കൊടുത്തയച്ചിരുന്നത് കിട്ടിക്കാണുമല്ലോ. എനിക്ക് തരാൻ? അതെ, ഞാൻ 20 ഷഡ്ഡി കൊടുത്തയച്ചിരുന്നു. ഷഡ്ഡിയോ? അയാൾ തന്നില്ലേ? മറ്റുള്ളവർക്കൊക്കെ ആ പട്ടാളക്കാരനെയും അമ്മാവൻ എന്നെയുമാണ് താല്പര്യമെന്ന് അയാൾ പറഞ്ഞിരുന്നു. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഷഡ്ഡി കൊടുത്തയച്ചത് ആർക്ക്, എന്തിന്? അത് ശരി, ആ കുഞ്ഞുകുട്ടനൊന്ന് വിളിക്കൂ. എനിക്ക് ആദ്യമേ ആ ചേച്ചിയെ സംശയം ഉണ്ടായിരുന്നു. ഇന്തവന്റെ അന്ത്യമാണ്, വിളിക്കവനെ. കുഞ്ഞുകുട്ടൻ എന്ത് ചെയ്തു? അപ്പൊ ഒന്നും കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ ചിരിക്കാനാ തോന്നുന്നത്. നമ്മുടെ ചോര കൊണ്ട് മാത്രം മദ്രാശിയിൽ എത്ര മൂട്ടകളാ ജീവിച്ചതല്ലേ? അതെ, പാൽക്കാര തെരുവിലെ കൊതുകുകൾക്കെല്ലാം ഉത്സവമല്ലായിരുന്നു. എല്ലാ നാണയത്തിനും 2 വശമുണ്ട് വിജയ. ഉണ്ടോ? പിന്നെ സുഖമുണ്ടോ ദുഃഖമുണ്ട്, കയറ്റമുണ്ടോ ഇറക്കമുണ്ട്, കണ്ണീരിന്റെ തൊട്ടടുത്ത് പുഞ്ചിരിയുണ്ട്. കുടിക്കാൻ കഞ്ഞിവെള്ളം വേണോ ചേട്ടാ?
എടാ കുത്തിരുന്ന് ശമ്പളം വാങ്ങാന്നാണോ നിന്റെ വിചാരം? എടാ തങ്കപ്പാ ഞങ്ങളുടെ കീറടാ. മനുഷ്യന് ശ്വാസം മുട്ടും, ഇത്തിരി വിശ്രമിക്കട്ടെ. നിനക്ക് വിശ്രമിക്കണെങ്കിൽ വല്ല ഊട്ടിയിലെ വല്ലയിടത്തും പോടാ. എല്ലും മുറുകെ പണിയെടുത്താ പല്ലും മുറുകെ തിന്ന, അതാണ് ഇവിടുത്തെ പ്രമാണം. നിന്റെ അതിൽ തകിട് പൊടിയാലും വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കീറടാ, എടാ കീറടാ. ആ അത് കഴിഞ്ഞ് വെയില് പോണതിന് മുമ്പേ ഇത് മുഴുവൻ അലിക്കിടണം. അതും ഞാൻ തന്നെ ചെയ്യണോ? പിന്നെ നിന്റെ മറ്റോനിരിക്കണ്ട ഇവിടെ. കണ്ടവളുടെ വിഴുപ്പലക്കാനാണോ ഈശ്വര നീ എന്നെ CID ആക്കിയത്? ദൂരം പോണോ? അടുത്താ. ഒപ്പറക്കളത്തില് കൂലിപ്പണിക്ക് പോവായിരിക്കും അല്ലയോ? അല്ല. ആ അതെ അതെ. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. സൈക്കിളിൽ വിട്ടേ മതി. അല്ല പറഞ്ഞല്ലേ ഉള്ളൂ. ആ ഇപ്പോഴാ ഞാൻ ശ്രദ്ധിച്ചത്, എന്റെയും ചേട്ടന്റെയും ശബ്ദം ഒരുപോലെ ഇരിക്കുന്നു. എന്റെ നാടെവിടെ? കായംകുളത്താ. ആ പണ്ട് ഞാൻ അതിലേക്ക് വന്നിട്ടുണ്ട്. ഓ ചേട്ടന്റെ നാടെവിടാ? മുണ്ടക്കയത്താ. എന്റെ അച്ഛൻ പണ്ട് അവിടെ ചായക്കട നടത്തിയിരുന്നു. സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. മയബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മോക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ. കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടു. അവൻ എന്ത് ചോരയാ? എന്തിനാണോ ഭൂമി വിളിക്കുന്നത്? നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടെ തുണിയില്ലാതെ നിൽക്കുന്നു? കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ കാശ്, എന്റെ കൊട്ടക, എന്റെ ഫോട്ടോ. നിനക്കൊക്കെ കൂവിത്തള്ളിയാൻ വേണ്ടിയല്ല ഞാനിതൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നീയൊക്കെ ഇതിനകത്ത് കയറാൻ വേണ്ടി തരുന്ന നക്കാപ്പിച്ച കാശ് എന്റെ വീട്ടിലെ പശുക്കൾക്ക് പിന്നാക്ക് വാങ്ങാൻ തകയില്ല. നാട്ടുകാർക്ക് ഇത്തിരി കലാബോധം ഉണ്ടാവട്ടെ എന്ന് വെച്ചാൽ സമ്മതിക്കില്ല അല്ലേ? മേലിൽ ഇത് ആവർത്തിച്ചാൽ ഞാനിത് ഇടിച്ചു പൊളിച്ച് തീയിലിടും. അപ്പൊ പിന്നെ നീയൊക്കെ എവിടെ പോയിരുന്നു കൂവും എന്നിരിക്കുന്നു കാണണം. ഒരു പണക്കാരനെ ബഹുമാനിക്കാൻ ശീലിക്കണോ? ബഹുമാനിക്കാൻ ശീലിക്കും. നീ ഇത് കാളയല്ല, ആനയാ. ഒരാനയല്ല, അഞ്ചാന. അഞ്ചാനയുടെ പണിയെടുക്കുന്ന ഇരുമ്പങ്കാള, കാറ്റാൻകുറിച്ചിക്കാള, മാടമ്പി ശ്രീകൃഷ്ണൻ തമ്പുരാന്റെ മുത്തുക്കാള. വായി തുറന്ന് നോക്കി മൈതാനം പോലത്തെ നെറ്റി കണ്ടോളി, ചക്കച്ചോള പോലത്തെ, തുമ്പപ്പൂ പോലത്തെ പല്ല് കണ്ടോളി, 8 പല്ല്. പപ്പടം വേണ്ട, എടുത്തോണ്ട് പോടാ. എന്താ ബലാല വായി പൊളിച്ചത്? എന്താടാ പിരാന്ത് കാട്ടണ? ഈ വിലക്ക് ഈത്തപ്പഴ എവിടെയെങ്കിലും കിട്ടുമോ? ഈയിലും വില കുറച്ച് കിട്ടുന്ന ഒരു സാധനമുണ്ട്, ചാണകം. വായിച്ചത് സാർ. രാജേന്ദ്ര നട റോഡിലാണോടാ തല്ലുമകളും? എടാ രാജേന്ദ്ര കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SMS സ്കൂളിൽ ഒന്നിച്ചാ. ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. അത് മാത്രമല്ല പ്രശ്നം, ഞാൻ അവളോട് സംസാരിച്ചു മനസ്സറിയാൻ. അപ്പോഴാണ് ഒരു കാര്യം പിടികിട്ടിയത്. എന്ത്? അവൾക്കൊരു സംശയം, ഷൺമുഖൻ അവളെ നന്നായി നോക്കുമോന്ന്. അവളോട് എന്റെ മുമ്പിലൊന്ന് വരാൻ പറ, ഞാൻ നന്നായിട്ട് നോക്കി കാണിച്ചു കൊടുക്കാം. ആ നോട്ടമല്ല,
വിവാഹത്തിന് ശേഷം അവളുടെ ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുക്കുമോന്ന്. എന്താഗ്രഹം? കാറോ, ബംഗ്ലാവോ, ആഭരണങ്ങളോ? അവളുടെ ഓരോരോ ആഗ്രഹങ്ങൾ കേട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. അവൾക്ക് റോക്കറ്റിൽ കയറി സഞ്ചരിക്കണമെന്ന്. റോക്കറ്റോ? ആ, ആരോ പറഞ്ഞ് പൂതി കയറ്റി വെച്ചിരിക്കുക. അതിനെന്ത് വില വരും? ഒരു 50,000. എനിക്കറിഞ്ഞൂടാ. എവിടെ കിട്ടും? തുമ്പയിലൊന്ന് അന്വേഷിച്ചു നോക്കി അറിയാം. അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. തൽക്കാലം സാരിയുടെ കാര്യം ഞാൻ- അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ 60 മുതലാളി. 60 മുതലാളി എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവനെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്തു. അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ വന്ന് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസ എന്ന് പറയാൻ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. എന്താ अरे माँ अजूद मामा അദാനി അദാനി in the Gawad. അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. ഡയബറ്റീസ് വരുമ്പോ ഖേദിക്കും. ഇങ്ങനെ കഴിച്ചാൽ അതിനു മുമ്പ് തന്നെ ഖേദിക്കാം. ഫ്രൈഡ് റൈസ് എത്തിയില്ലല്ലോ. ഉടനെ എത്തിക്കാം സാർ. പെട്ടെന്ന് ആയിക്കോട്ടെ. ശരി. ഇയാളിത് എങ്ങോട്ടാ പോകുന്ന ശുംഭൻ? തന്റെ തറവാട്ടിൽ കൂടിയിരിക്കുന്ന ഭൂതപ്രേതാദികളെ ഞാൻ ഈ തേങ്ങയ്ക്കുള്ളിൽ ആവാഹിച്ച് കഴിഞ്ഞു. അവരോടാ പുറത്തു പോകാൻ പറഞ്ഞ തന്നോടല്ല. ഇവിടെ ഒന്നിരിക്ക. അപ്പൊ നമ്മളെ പുരയിൽ ജിന്നുണ്ടാ? തന്റെ പുരയിൽ ജിന്നുണ്ടോ ബ്രാൻഡി ഉണ്ടോ വിസ്കി ഉണ്ടോ എന്ന് നാം എങ്ങനെ അറിയാ? അല്ലോ, അതൊക്കെ നമുക്ക് ഹറാമാണ്. നമ്മളെ പുരയിൽ ഭൂതങ്ങളുണ്ടോന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 3 തേങ്ങയ്ക്കുള്ളിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഇത് എറിഞ്ഞുടയ്ക്കുമ്പോൾ അവറ്റകൾ പോകും. അവിടെ നല്ല പേര്. ദാസൻ ഊണെങ്ങനെ സാധാരണ? അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. പല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ട് തിന്നും. പൂച്ച തിന്നു? പൂച്ചിറച്ചി നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ച് അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് 2 പേൽ സോടണം. എന്തിനാ? എന്നാലും ദഹിക്കും. ഒരു പ്രത്യേക ജീവിതല്ലേ? കൃഷ്ണ, 11 വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് എനിക്ക് ഈശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. 1 കിലോ വെളിച്ചെണ്ണ 2 കിലോ പപ്പടോ. എന്താ പേര്? ചാരുക്കുട്ടി. എന്നാ രാരുക്കുട്ടി, ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട്. അത് വേണമെങ്കിൽ ഒരു 5-6 കിലോ തരാം. പിന്നെ പപ്പടം, ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ. ഇതൊരു കെട്ടിന് 19,000 രൂപ വരും. അല്ല, നാടൻ പപ്പടം കിട്ടില്ലേ? നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പോരെ. ചൂടാവണോ? എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം, ഞാൻ ചൂടാവും. ലോക്കപ്പിൽ കിടന്ന് ഞാൻ പലതും അനുഭവിച്ചു, ജീവിതം പഠിച്ചു. ഇനി ഒളിച്ചു കളിയില്ല. ഒന്നുകിൽ മീനാക്ഷി, അല്ലെങ്കിൽ കുഞ്ഞുകുട്ടൻ. രണ്ടിലൊന്നിനെയും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. കുടുംബത്തിൽ കയറി വന്ന് അസമെന്ന് പറയുന്നു. കുഞ്ഞുകുട്ടാ, കുഞ്ഞുകുട്ടാ, എടാ കുഞ്ഞുകുട്ടാ, പഴകുഞ്ഞു കുടിക്കുക. വിളിക്കടിയാ പഴകുഞ്ഞു ഇങ്ങോട്ട്. ഇവിടെ വാടാ, ഇവിടെ വരാൻ. ഇവരീ പറയുന്നൊക്കെ നേരാണോ? എന്ത്? ഇവരൊക്കെ ആരാ? ഞാൻ നിന്റെ തന്ത, ഇവരൊക്കെ നിന്റെ മറ്റു തന്തമാര്. എല്ലാ സത്യവും ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇട്ട് നിന്നെ ചുട്ട് കരിക്കൂടാ. അത്രക്കായോ? എന്നാ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. എന്റെ കൈ ധരിക്കുന്നു. ഇവിടെ വരെ. വേഗം കൊണ്ടാവനെ, ദാഹിച്ചിട്ട് തൊണ്ട പൊട്ടാറായി.
പഞ്ചാര കൂടുതലാണ്, നന്നാറി എസൻസ് ചേർത്തിട്ടില്ല. ഏത് കടയിൽ നിന്നാടോ ഇത്? പോസ്റ്റ് ഓഫീസിനടുത്തുള്ള ആ ഹമുക്കിനോട് ചെന്ന് പറ ഇങ്ങനെയല്ല ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാൻ. ഓൻ അറിഞ്ഞൂടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ, നമ്മൾ പറഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞിട്ടില്ലെന്ന്. ഈടെ ജ്യൂസ് എന്താ വേണ്ടിയത്? ഗ്രേപ്പ്, പൈനാപ്പിൾ, ഓറഞ്ച്, മാംഗോ, സാത്തുക്കുടി? ഒന്നും വേണ്ട.